ജൂൺ 4 പെട്ടി പൊട്ടിക്കും മുൻപ് തന്നെ ബി.ജെ.പി ആ സർപ്രൈസ് പത്മജ വേണുഗോപാലന് കൊടുത്തിരിക്കുകയാണ്. ഏതായാലും സുരേഷ് ഗോപിക്കായി കട്ടക്കിറങ്ങിയ പത്മജ വേണുഗോപാലന് ഗവർണർ സ്ഥാനമെന്നുള്ള റിപ്പോർട്ടുകൾ സജീവ ചർച്ചയായിരിക്കുകയാണ്. പത്മജ ഛത്തീസ്ഗഡ് ഗവർണർ ആയേക്കും. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തീരുമാനമെന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ ഛത്തീസ്ഗഡ് ഗവർണർ ആയേക്കുമെന്ന സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ബി.ജെ.പി നേതൃത്വം അനൌദ്യോഗികമായി പറയുന്നത്. ഇക്കാര്യം പല തലങ്ങളിൽ നിന്നും കേട്ടെന്നും ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നും പത്മജയും പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി.ജെ.പി തനിക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് ഉറപ്പുണ്ട്. പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തുമൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുണ്ടെന്നും പത്മജ പറഞ്ഞു. ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് നിലവിൽ ഛത്തീസ്ഗഡ് ഗവർണർ. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നതായിരുന്നു പത്മജയ്ക്ക് ബി.ജെ.പി നൽകിയ വാഗ്ദാനം. ഏതായാലും കെ മുരളീധരന്റെ സഹോദരി ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തിയപ്പോൾ തന്നെ സജീവ ചോദ്യങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പി പ്രവേശനം നടത്തിയ പത്മജ വേണുഗോപാലിന് ഉന്നത സ്ഥാനം തന്നെ ബി.ജെ.പി നൽകും, ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മാധ്യമ ചർച്ചയായി സോഷ്യൽ മീഡിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അനൌദ്യോഗിക വിവരങ്ങൾ ബി.ജെ.പി പങ്കുവെക്കുന്നത്. ബി.ജെ.പി പ്രവേശനത്തിന് നേതൃത്വം പത്മജയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയെന്ന സൂചനയുണ്ടായിരുന്നു. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് പത്മജ എത്തിയത് പാർട്ടിക്ക് ഗുണം ചെയ്തെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിലടക്കം പത്മജ സജീവമായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചവിട്ടും കുത്തും സഹിക്ക വയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നാണ് പത്മജ പറഞ്ഞത്. എന്തുകൊണ്ട് ബി.ജെ.പി എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ ഉത്തരം മാത്രമാണ് പറയാനുള്ളത്, അത് മോദിജി എന്നാണ്. മോദിജിക്ക് കുടുംബം ഭാരതമാണ്, ഇവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളാണെന്നും പത്മജ പറഞ്ഞിരുന്നു. അച്ഛൻ കുട്ടിയായി കരുണാകരന്റെ വാത്സല്യം കേട്ട് വളർന്ന എനിക്ക് ഒരു അച്ഛന്റെ തണലും സംരക്ഷണവും കിട്ടിയതുപോലെയാണ് ബി.ജെ.പിയിൽ ചേർന്നപ്പോൾ തോന്നുന്നതെന്നും പത്മജ പറഞ്ഞിരുന്നു.